Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with a poem which is entitled as On His Blindness and it is written by John Milton. Once again, welcome to the video. So as usual, before moving to the poem, I would like to share some details regarding the poet, that is John Milton. John Milton is widely regarded as one of the greatest poets in English literature. He was an English poet, polemicist and civil servant. അതായത് ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഒരിക്കലും അവരുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പോയറ്റ്സിൽ ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പോളമിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു സിവിൽ സെർവൻ്റ് ആയിരുന്നു. സിവിൽ സെർവൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹീസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ എനി പൊളിറ്റിക്കൽ പാർട്ടി. അതായത് ലോക്കൽ ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ് സിവിൽ സെർവൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അവരൊരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിരിക്കില്ല. സോ ഹീസ് ആക്ച്വലി എ പേഴ്സൺ വിച്ച് ഈസ് ഇലക്റ്റഡ് ബൈ ദി ഗവൺമെൻറ്. സോ അദ്ദേഹത്തിന് അത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ. ആൻഡ് ഹിസ് എപ്പിക് പോം പാരഡൈസ് ലോസ്റ്റ്, that is written in the year 1667. It is in blank verse and included 12 books, and it is written in a time of immense religious flux and political upheaval. അതായത് ജോൺ മിൽട്ടൻ്റെ ഏറ്റവും മാഗ്നം ഓപ്പസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ നാഴികക്കല്ലെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള പാരഡൈസ് ലോസ്റ്റ് ആണ്. അതൊരു 1667 അത് വർക്ക് പുറത്തിറങ്ങുന്നത്. അതൊരു 12 ബുക്സ് വോളിയമുണ്ട്. ആൻഡ് ആ ഒരു വർക്ക് എഴുതിയത് അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹി വാസ് എ സിവിൽ സെർവൻറ്റ്. സോ ഹി ഹാസ് ആക്ച്വലി വാണ്ട്സ് ടു ഡു ലോട്ട്സ് ഓഫ് വർക്ക്സ്. സൊസൈറ്റിയിൽ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നു. സോ ആ ഒരു റിലീജിയസ് ഫ്ലക്സിൻ്റെയും അല്ലെങ്കിൽ ഒരു അപ്ഹീവലിൻ്റെയും അല്ലെങ്കിൽ മൊത്തത്തിലൊരു വിപ്ലവവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം ഈ ഒരു വർക്ക് എഴുതുന്നത്. ആൻഡ് ഇറ്റ് അഡ്രസ്സസ് ദ ഫാൾ ഓഫ് മാൻ, ഇൻക്ലൂഡിംഗ് ദ ടെംപ്റ്റേഷൻ ഓഫ് ആഡം ആൻഡ് ഈവ് ബൈ ദ ഫാളൻ ഏഞ്ചൽ സേറ്റൻ ആൻഡ് ഗോഡ്സ് എക്സ്പൾഷൻ ഓഫ് ദം ഫ്രം ദി ഗാർഡൻ ഓഫ് ഈദൻ. അപ്പോൾ അതായത് ഈ ഒരു വർക്കിൻ്റെ മെയിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു 1 ലൈനിൽ ഞാൻ പറയുന്നതെന്നുള്ളൂ. അതിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദി ബൈബിൾ. ദാറ്റ് ഈസ് ദി സ്റ്റോറി ഓഫ് ബൈബിളിലുള്ള ആദ്യത്തെ നമ്മുടെ തുടക്കത്തിലുള്ള കഥയുണ്ടല്ലോ, അതായത് ടെംപ്റ്റേഷൻ ഓഫ് ആഡം ആൻഡ് ഈവ്, ആദത്തിൻ്റെയും അതുപോലെ ഹവയുടെയും ആ ഒരു പതനം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് സേറ്റൻ. സേറ്റൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ അങ്ങനെ അവർ ഗാർഡൻ ഓഫ് ഈദിൽ നിന്ന് പുറത്താക്കുന്നു. ഗോഡ് അവരെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് അദ്ദേഹത്തിൻ്റെ ഈ വർക്കിൽ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എപ്പിക് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഹി ബിക്കേം കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് അറ്റ് ദ ഏജ് ഓഫ് 44 ആൻഡ് ദിസ് വാസ് ഡ്യൂറിങ് എ പീരീഡ് വെൻ ഹി വാസ് ഓൾസോ എക്സ്പീരിയൻസിങ് അതർ പേഴ്സണൽ ട്രാജഡീസ് ഇൻക്ലൂഡിങ് ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ്. അപ്പോൾ മിൽട്ടൺ എന്ന് പറയുന്ന ഈ ഗ്രേറ്റ് പോയറ്റ്, അദ്ദേഹം ഹി ആക്ച്വലി ലോസ്റ്റ് ഹിസ് വിഷൻ അറ്റ് ദി ഏജ് ഓഫ് 44. ഒരു 44-43 വയസ്സ് ആ ഒരു ടൈം പീരീഡിൽ കംപ്ലീറ്റ്ലി അദ്ദേഹം ബ്ലൈൻഡായി. ആ ഒരു ബ്ലൈൻഡ് ആയപ്പോയ ടൈം എന്ന് പറയുന്നത് ഒത്തിരി തിയറിസ്റ്റും അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് അൺടയറിങ് എഫേർട്സ് ബൈ സ്പെൻഡിങ് ടൈം ഫോർ റീഡിങ്. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹം ഈ കുത്തിയിരുന്ന് രാത്രികാലങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ വായനകളും എഴുത്തുകളായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് ഇതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നു. സോ ആ ഒരു ടൈം പീരീഡ്, അദ്ദേഹം ബ്ലൈൻഡ് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി ട്രാജഡീസ് നടക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ആ സമയത്ത് അദ്ദേഹത്തെ വിട്ടുപോയി. അങ്ങനെ ഒരുപാട് പേഴ്സണലി ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഇമോഷണലി അദ്ദേഹം ഭയങ്കരമായിട്ട് ഏറ്റവും താഴേക്ക് പോകുന്നൊരു ടൈമായിരുന്നു. വെരി ഒരു ബാഡ് സ്റ്റേജായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. ഈവൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി, അതുപോലെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തികൾ അദ്ദേഹത്തെ വിട്ടുപോയി. അതൊക്കെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒലച്ചു എന്ന് വേണം പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കരിയറിനെ.
ആൻഡ് ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് അദ്ദേഹത്തിൻ്റെ ഒത്തിരി വർക്ക്സ് ഉണ്ട്, പക്ഷേ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള മാത്രമേ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ. ഒന്ന് പാരഡൈസ് ലോസ്റ്റ്, ആൻഡ് അതിൻ്റെ സീക്വലായിട്ട് അദ്ദേഹം എഴുതിയതാണ് പാരഡൈസ് റീഗെയിൻഡ്, അതുപോലെ തന്നെ ലിസിഡാസ്, എഡിയോപജറ്റിക്ക എക്സെട്ര. ആൻഡ് ദിസ് പോയം ഈസ് എ പെട്രാർക്കൻ സോണറ്റ്. നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോണറ്റ്, അതൊരു സോണറ്റാണ്. ആൻഡ് ദിസ് സോണറ്റ് ഈസ് ബിലോങ്സ് ടു പെട്രാർക്കൻ സോണറ്റിൽ പെടുന്ന സോണറ്റാണ്. പെട്രാർക്കൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ഒരു ഇറ്റാലിയൻ സോണറ്റാണ്. ആൻഡ് നമ്മുടെ സാധാരണ ഒരു സോണറ്റിലുള്ള പോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 14 ലൈൻസ് ആൻഡ് ഫോളോസ് എ റൈം സ്കീം. ആൻഡ് ഇനി എന്താണ് പെട്രാർക്കൻ സോണറ്റ് എന്ന് ജസ്റ്റ് പറയാം. പെട്രാർക്കൻ സോണറ്റ് ഇറ്റ് ഇൻവോൾവ്സ് ആൻ ഒക്ടേവ് ആൻഡ് ദാറ്റ് പ്രസൻസ് എ പ്രോബ്ലം. അതായത് 14 ലൈൻസ് ഉണ്ടല്ലോ ഒരു സോണറ്റിൽ, അതിൽ ആദ്യത്തെ 8 ലൈൻസിന് നമ്മൾ ഒക്ടേവ് എന്ന് പറയുന്നു. ആൻഡ് ഈ 8 ലൈൻസിൽ ദ പോയറ്റ് ആക്ച്വലി പ്രസൻസ് എ പ്രോബ്ലം ഓർ എ ക്വസ്റ്റ്യൻ ഓർ ആൻ ഇഷ്യൂ അയാൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ദ റിമൈനിങ് സെസ്റ്ററ്റ്, ബാക്കി വരുന്ന 6 ലൈൻസിൽ, ഫൈനൽ 6 ലൈൻസിൽ ദിസ് പെർട്ടിക്കുലർ പോയറ്റ് ഓഫേഴ്സ് എ റെസൊല്യൂഷൻ ഓർ ആൻ ആൻസർ. ഒന്നില്ലെങ്കിൽ അയാൾ പറഞ്ഞ ആ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷനോ ആൻസറോ പോയറ്റ് കണ്ടുപിടിക്കും. അതാണ് ബാക്കി വരുന്ന 6 ലൈൻസിൽ വരുന്നത്. ഇതാണ് പെട്രാർക്കൻ സോണറ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ആൻഡ് this sonnet, the speaker explores the challenges of blindness and the service to God in the octave and in the sestet, find reassurance and redefines how to serve through faith and patience. അതായത് ഈ ഒരു സോണറ്റിൽ ആദ്യത്തെ ഒരു 8 ലൈൻസോളം അദ്ദേഹത്തിൻ്റെ ചലഞ്ചസ് ആണ് പറയുന്നത്. ബിക്കോസ് ഹി ലോസ്റ്റ് ഹിസ് വിഷൻ, ഹിസ് ഐസൈറ്റ്, ഹി ആക്ച്വലി ബിക്കെയിം കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു ചലഞ്ചസും അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസും അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളുമാണ് അദ്ദേഹം 8 ലൈൻസിൽ പറയുന്നത്. ആൻഡ് ഫോളോയിങ് 6 ലൈൻസിൽ അദ്ദേഹം എങ്ങനെ അതിനെ റിക്കവർ ചെയ്യുന്നു, ഓർ ത്രൂ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്, വിശ്വാസവും ക്ഷമയും കൂടി എങ്ങനെ ആ ഒരു ഡിസബിലിറ്റിനെ അദ്ദേഹം ഓവർകം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ബാക്കി 6 ലൈൻസിൽ പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി poet and the poem. So I'm moving to the sonnet on his blindness. When I consider how my light is spent, year half my days in this dark world and wide. അപ്പോൾ പോയിട്ട് പറയുവാണ്, വെൻ ഐ കൺസിഡർ, ഞാനിപ്പം ചിന്തിക്കുവാണ്, ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻറ്റ്, എങ്ങനെ എൻ്റെ ലൈറ്റ് ഞാൻ സ്പെൻഡ് ചെയ്തു. ലൈറ്റ് ഇവിടെ ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ ദ സെൻസ് ലൈറ്റ് മീൻസ് ലൈഫ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് അങ്ങനെ അദ്ദേഹം സ്പെൻഡ് ചെയ്തു എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. ഇയർ ഹാഫ് മൈ ഡേയ്സ് ഇൻ ദിസ് ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ്. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിൻ്റെ പകുതി പിന്നിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പകുതി ഇനി ബാക്കിയുണ്ട്. ബിക്കോസ് ഹീസ് അറ്റ് ദി ഏജ് ഓഫ് 44 അല്ലേ. അപ്പോൾ ഇനി എന്ന് പറയുന്നത് ലോകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ്. ഞാൻ ഇത്ര നാൾ കണ്ട ലോകമല്ല, കാരണം എനിക്കിനി കാഴ്ചയില്ല. സോ എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ഡാർക്ക് ആൻഡ് വൈഡ്. ആൻഡ് ദാറ്റ് വൺ ടാലൻറ്റ് വിച്ച് ഈസ് ഡെഡ് ടു ഹൈഡ് ലോഡ്ജ്ഡ് വിത്ത് മീ യൂസ്ലെസ്. അപ്പോൾ ഐ ഹാവ് എ ടാലൻറ്റ്, എനിക്കൊരു ഒരു ടാലൻ്റ് ഉണ്ട്, എനിക്കൊരു കഴിവുണ്ട്, എനിക്കൊരു എബിലിറ്റി ഉണ്ട്. എന്താണ് അതിന് എബിലിറ്റി എന്ന് പറയുന്നത്? ഹിസ് എബിലിറ്റി ടു റൈറ്റ്, ഹിസ് റൈറ്റിംഗ് സ്കിൽ. ഓക്കെ, അത് ദൈവം തന്നൊരു ടാലൻ്റാണ്. വിച്ച് ഈസ് ഡെഡ് ടു ഹൈഡ്, അതായത് അത് എൻ്റെ ജീവിത അവസാനം വരെ, ഡെത്ത് വരെ എൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. അതൊരിക്കലും പോകില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൊരു എബിലിറ്റിയാണ്, ദൈവം നൽകിയിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഇറ്റ് ലോഡ്ജ്ഡ് വിത്ത് മീ യൂസ്ലെസ്. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചത്? അതായത് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾ എഴുതുമ്പോൾ മേ ബി അതിന് പറയുന്ന ബൗണ്ടറീസ്, പരിമിതികളുണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ എൻ്റെ കഴിവ് ഇറ്റ് ആക്ച്വലി ബിക്കം യൂസ്ലെസ്. ഡേ ബൈ ഡേ എൻ്റെ കഴിവ് യൂസ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. ദോ മൈ സോൾ മോർ ബെൻഡ് ടു സെർവ് വിത്ത് മൈ മേക്കർ. പക്ഷേ എൻ്റെ സോള് സമ്മതിക്കുന്നില്ല. ഇറ്റ് ഈസ് ആക്ച്വലി ബെൻഡിങ് മോർ. അതായത് എൻ്റെ സോൾ ഇപ്പോഴും എന്താ ചെയ്യുന്നത്, ആലോചിക്കുന്നത് ടു സെർവ് വിത്ത് മൈ മേക്കർ. എൻ്റെ മേക്കർ, അതായത് എന്നെ ജനിച്ചവനെ, എന്നെ സൃഷ്ടിച്ചവനെ, എൻ്റെ മേക്കർ, എൻ്റെ ഗോഡിനെ, എൻ്റെ ദൈവത്തിനെ സാറ്റിസ്ഫൈഡ് ആക്കണം എന്നുള്ളത് എൻ്റെ സോള് ഇന്നും ഇങ്ങനെ തിരയുന്നൊരു കാര്യമാണ്. എൻ്റെ ദൈവത്തെ എനിക്ക് സെർവ് ചെയ്യണം. ആൻഡ് പ്രസൻറ്റ് മൈ ട്രൂ അക്കൗണ്ട് ലെസ്റ്റ് ഹി റിട്ടേണിങ് ചൈൽഡ്. അതായത് എൻ്റെ ട്രൂ അക്കൗണ്ട്, ഞാൻ ഇത്ര നാൾ എന്ത് ചെയ്തു എന്ന് ദൈവം എന്നോട് ചോദിക്കുമ്പോൾ എനിക്കത് കാണിച്ചു കൊടുക്കണം. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ, ഒരു നാളിൽ നമ്മളുടെ ദൈവം തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. ഇപ്പം ബൈബിളിൽ പറയുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റ് വിൽ ഹി വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക്
ആഫ്റ്റർ ഒരു വലിയൊരു ടൈം പീരീഡിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്രൈസ്റ്റ് തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം മിൽട്ടൺ ആ ഒരു ഐഡിയോളജി തന്നെയാണ് ബിലീവ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ ഗോഡ് തിരിച്ചു വരുമ്പോൾ ഹൗ ടു ആൻസർ. ദൈവം എന്നോട് ചോദിക്കില്ലേ, ഞാൻ തന്ന കഴിവിന് നീ എന്താ ചെയ്തത്, നീ അത് യൂട്ടിലൈസ് ചെയ്തോ എന്ന് ദൈവം എന്നോട് ചോദിക്കുമ്പോൾ വാട്ട് ക്യാൻ ഐ ആൻസർ, എനിക്ക് എന്ത് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും പറയേണ്ടത്, ബിക്കോസ് ഐ ആം ആൻസറബിൾ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അതാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ് അടുത്ത ലൈൻ പറയുന്നത്. ഡോ ഗോഡ് എക്സാക്ട് ഡേ ലേബർ ലൈറ്റ് ഡിനൈഡ്. അല്ല, ഞാൻ എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത്? കാരണം ദൈവത്തിനറിയില്ല ഞാനൊരു അന്ധനാണെന്ന്. എൻ്റെ കഴിവ് ദൈവം എടുത്തു കളഞ്ഞിട്ടില്ല, ശരി തന്നെ. പക്ഷേ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഡിസേബിൾഡാണ്. ഞാനിപ്പോൾ ഒരു കംപ്ലീറ്റ് മാൻ അല്ല. എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഞാൻ അന്ധനാണ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു അന്ധനിൽ നിന്ന് ദൈവം അങ്ങനെ നേട്ടങ്ങൾ ആഗ്രഹിക്കുമോ? ദൈവം എന്നിൽ നിന്ന് എന്താ പറയുക, പഴയ ആ ഒരു അതായത് ഞാനൊരു അന്ധനല്ലേ, എന്നിൽ നിന്ന് ദൈവം എന്താ ആഗ്രഹിക്കാനാ? കാരണം എനിക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഐ എം ടോട്ടലി ബ്ലൈൻഡ്. ലൈറ്റ് ഡിനൈഡ്. ദൈവം തന്ന കാഴ്ച ദൈവം തന്നെ എടുത്തതല്ലേ. ദൈവത്തിന് അറിയാത്തതായി ഒന്നുമില്ലല്ലോ. ഞാനല്ലല്ലോ ഒന്നും ചെയ്തത്. അദ്ദേഹം തന്നു, അദ്ദേഹം എടുത്തു. അപ്പോൾ ദൈവത്തിന് പിന്നീട് എന്നിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാമോ? ഇത്രയും നിസ്സാരനായ ഒരു മനുഷ്യനല്ലേ. ഐ ഫോൺലി ആസ്ക്. അതായത് ഞാനിങ്ങനെ വിഡ്ഢിത്തം പറയുവാണ്. ബട്ട് പേഷ്യൻസ് ടു പ്രിവെൻറ്റ് ദാറ്റ് മർമർ സൂൺ റിപ്ലൈസ്. പെട്ടെന്നാണ് പേഷ്യൻസ്, അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ക്ഷമ എന്നോട് പറയുവാണ്. അതായത് ക്ഷമയെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടറായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെൻറ്റാലിറ്റി ആവാം, അദ്ദേഹത്തിൻ്റെ ക്ഷമയായിരിക്കാം. ആ പേഷ്യൻസ് അയാളോട്, നമ്മുടെ പോയിറ്റിനോട് പറയുവാണ്, അതായത് പ്രിവെൻറ്റ് ചെയ്യാണ്. ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്, അതായത് ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങൾ നീ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേഷ്യൻസ് പറയുവാണ്. എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ക്ഷമ അദ്ദേഹത്തോട് പറയുവാണ്, ഗോഡ് ഡത്ത് നോട്ട് നീഡ് ഐദർ മാൻസ് വർക്ക് ഓർ ഹിസ് ഓൺ ഗിഫ്റ്റ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ എന്തോരം വർക്ക് ചെയ്യുന്നു, നമ്മൾ എന്തോരം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ദൈവം തന്ന ഗിഫ്റ്റ് ദൈവം തിരിച്ചെടുക്കുന്നു, ഇതൊന്നും ദൈവം അന്വേഷിക്കുന്നില്ല. ദൈവം ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹു ബെസ്റ്റ് ബെയർ ഹിസ് മൈൽഡ് യോക്ക് ദേ സെർവ് ഹിം ബെസ്റ്റ്. ദൈവത്തിന് ഇത്രയേ ആഗ്രഹമുള്ളൂ. അതായത് നമുക്ക് ദൈവം തന്നിട്ടുള്ള സർട്ടൻ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ എന്താ പറയുക, അസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. അത് അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എത്രയും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ജീവിച്ച് തീർക്കാമോ, അങ്ങനെ ചെയ്യുന്നവരെയാണ് ദൈവത്തിന് ഈ പറഞ്ഞ പോലെ പ്രീതികരമാകുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള ലൈഫ് വളരെ ചെറുതാണ്. അത് നിങ്ങൾ എത്രയും ബ്യൂട്ടിഫുള്ളായിട്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ ജീവിച്ച് തീർക്കുന്നു, നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുന്നു, അത്രേ ദൈവത്തിന് ആവശ്യമുള്ളൂ. അതായത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ജീവിച്ച് തീർക്കുക, അത്രേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്ന അസൈൻഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് നമ്മൾ ചെയ്തു തീർക്കുന്നവരാരാണോ അവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്, അവരാണ് ദൈവത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ യോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കാണിച്ചിട്ടുണ്ട്. യോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ രണ്ട് കാളകളെയൊക്കെ തമ്മിൽ ഈ നില ഉഴുതാൻ പോകുമ്പോഴേക്കും ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മെറ്റൽ വെച്ചിട്ടുള്ള ഒരു 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 ഓർണമെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അതാണ് യോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ യോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് അതാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന യോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലൈഫ്, നമ്മുടെ ആ ഒരു അസൈൻഡ് ഡ്യൂട്ടീസ്, അത് നമ്മൾ എത്രയും ഭംഗിയായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. ആൻഡ് ഹിസ് സ്റ്റേറ്റ് ഈസ് കിങ്ലി. അതായത് ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഓംനിപോട്ടൻറ്റ്. ആൻഡ് ദൈവം എന്ന് പറയുന്നത് ഒരു സർവ്വവ്യാപിയാണ്. അദ്ദേഹം ഒരു രാജാവാണ്, അല്ലേ. തൗസൻഡ്സ് അറ്റ് ഈസ് ബിറ്റിംഗ് സ്പീഡ് ആൻഡ് പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ വിത്തൗട്ട് റെസ്റ്റ്. നിന്നെ എന്തിനാ ദൈവത്തിന് വേണ്ടത്, അല്ലേ? നമ്മളെ വേണ്ട. ദൈവത്തിന് നമ്മളുടെ ആവശ്യമുണ്ടോ? നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് വി ആർ വെരി സ്മോൾ ക്രിയേച്ചേഴ്സ്. ദർ ആർ തൗസൻഡ്സ് ഓഫ് ഏഞ്ചൽസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തിന് കീഴിൽ ഒത്തിരി ഏഞ്ചൽസ് ഉണ്ട്. ആൻഡ് ദി പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ വിത്തൗട്ട് റെസ്റ്റ്. ദൈവത്തിൻ്റെ ഒരു ഒറ്റ കൽപ്പന മതി, അല്ലെങ്കിൽ ഒരൊറ്റ വാക്ക് മതി ദൈവത്തിന് വേണ്ടി ഓടാൻ. ഒത്തിരി ഏഞ്ചൽസ് ഉണ്ട്, റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ലാൻഡ് ആവണം എന്നില്ല, ഓഷ്യൻ ആവണം എന്നില്ല. എത്ര ദൂരം താണ്ടി ദൈവം പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ചെയ്യാനായിട്ട് ഒത്തിരി ആളുകൾ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്.
ആൻഡ് ദേ ഓൾസോ സെർവ് ഹു ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ദൈവത്തോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ, ഓക്കെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ദൈവം തന്നു, ശരി, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ ഓക്കെ, ദൈവം അങ്ങനെ തന്നെ മുന്നോട്ട് എന്നെ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ വെയിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരും ദൈവസന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർ തന്നെയാണ്. അതായത് നീ എന്ന് പറയുന്നത്, ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത്, ഹി ലോസ്റ്റ് ഹിസ് വിഷൻ അറ്റ് ദി ഏജ് ഓഫ് 44. അപ്പോൾ എന്താണ്, 44 വയസ്സിൽ നിൻ്റെ ജീവിതം അവസാനിച്ചു എന്നല്ല, നീ ബ്ലൈൻഡാണ്, പക്ഷേ നിൻ്റെ കഴിവ് എവിടെയും പോയിട്ടില്ല, നിനക്ക് എഴുതാനുള്ള കഴിവുണ്ട്, നീ ഇനിയും എഴുതുക. അപ്പോൾ അല്ലെങ്കിൽ നീ, ദൈവം എൻ്റെ കാഴ്ച എടുത്തു, അതൊരു ഡിസബിലിറ്റി ആയിട്ട് കാണണ്ട, നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ മുന്നോട്ട് പോവുക. നിൻ്റെ ആ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ നിൻ്റെ പഴയ ഒരു ഹാപ്പിനെസ്സിലോടുകൂടി നീ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ദൈവത്തെ പഴി പറയാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിചാരാതെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഒന്നും പറയാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് യു ഷുഡ് കീപ്പ് കാം ആൻഡ്, ഈ പറഞ്ഞ പോലെ തന്നെ കാം ആൻഡ് സൈലൻറ്റ്, വളരെ ക്വയറ്റും സൈലൻറ്റും ആയിട്ടിരിക്കുകയാണെങ്കിൽ അവരും ദൈവത്തിന് എന്ത് തന്നെയാണ്, പ്രിയപ്പെട്ടവർ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി സമ്മറി പാർട്ട് ആൻഡ് ഐ എം മൂവിങ് ടു ദി അനാലിസിസ് പാർട്ട്. അനാലിസിസ് പാർട്ടിലേക്ക് വരുമ്പോൾ ഐ എം ഡിസ്കസിങ് ദ മേജർ തീംസ്. ഫസ്റ്റ് വൺ ഈസ് ഫെയ്ത്ത് ആൻഡ് ആക്സെപ്റ്റൻസ്. ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ജോൺ മിൽട്ടൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹി ലോസ്റ്റ് ഹിസ് വിഷൻ, ഈസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത്, അദ്ദേഹത്തിന് ദൈവത്തിനുള്ളൊരു വിശ്വാസം അദ്ദേഹം മുറുകെ പിടിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹീസ് ആക്സെപ്റ്റിംഗ് ദാറ്റ് ഡിസബിലിറ്റി. അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റി അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും പോയത്തിൽ കാണിക്കുന്നുണ്ട്. ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ പോയം ദാറ്റ് ഈസ് എൻഡ്സ് ഇൻ എ പോസിറ്റീവ് നോട്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോയറ്റ് എൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പേഷ്യൻസ്. അതായത് നമ്മുടെ ക്ഷമ, ദറ്റ് ഈസ് നമ്മുടെ ലൈഫിൽ എന്തുണ്ടായാലും വി ഷുഡ് കീപ് ദാറ്റ് പേഷ്യൻസ്. നമ്മളെപ്പോഴും പേഷ്യൻ്റ് ആയിരിക്കുക. അതായത് ഈ പറഞ്ഞ പോലെ ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈമിങ്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഓൾസോ അക്സെപ്റ്റിംഗ് വൺ സർക്കംസ്റ്റൻസസ്. നമുക്കിങ്ങനെ വന്നു പോയി, അത് ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈവൻ നമ്മുടെ ചലഞ്ചിങ് ആണെങ്കിൽ പോലും മുന്നോട്ട് പോകുക എന്നുള്ള അർത്ഥമാണ് പേഷ്യൻസ് വരുന്നത്. ദെൻ ഡിവൈൻ സർവീസ്. അതായത് വൺ ക്യാൻ സെർവ് ഗോഡ് വെൻ ഫിസിക്കൽ എബിലിറ്റീസ് ആർ ഡിമിനിഷ്ഡ്. ഒരാൾക്ക് അയാളുടെ ഫിസിക്കൽ എബിലിറ്റി പോയെന്ന് കരുതി അയാൾക്ക് ദൈവത്തെ സെർവ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ദൈവത്തെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക, ഈവൻ നമ്മുടെ കേപ്പബിലിറ്റീസ് പോയാൽ പോലും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലോസ് ആൻഡ് ഹ്യൂമൻ ഫ്രൈൽറ്റി. അതായത് അദ്ദേഹത്തിൻ്റെ ലോസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ്നെസ് തന്നെയാണ്. ഹ്യൂമൻ ഫ്രൈൽറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ്റെ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് പോയിൻറ്റും ഹെൽപ്ലെസ്നെസ്. അദ്ദേഹം വളരെ ഹെൽപ്ലെസ് ആണ്, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം നമുക്ക് പറയാം, അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹത്തിന് അറ്റ് ദ ഏജ് ഓഫ് 44 നഷ്ടപ്പെട്ടു എങ്കിലും ഹി ആക്ച്വലി പബ്ലിഷ് ദ വർക്ക് പാരഡൈസ് ലോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും എപ്പിക്കായിട്ടുള്ള വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് 67 അതായത് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ എപ്പിക് അദ്ദേഹം രചിക്കുന്നത്. സോ അത് അദ്ദേഹത്തിന് അത്രയും ഫെയ്ത്തും പേഷ്യൻസും ആക്സെപ്റ്റൻസും ഒക്കെയുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈവൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് ചലഞ്ചിങ് ആയി പോയെങ്കിൽ പോലും, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, അതുപോലെ ഫിസിക്കലി അദ്ദേഹം ഡൗൺ ആയെങ്കിൽ പോലും. സോ ദീസ് ആർ ദി മേജർ തീംസ് ആൻഡ് ഐ മൂവിങ് ടു സം ബിബ്ലിക്കൽ റെഫറൻസ്. അതായത് ഈ വർക്കിൽ നമുക്ക് ബിബ്ലിക്കൽ റെഫറൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതിൽ ഒരു ലൈനിൽ പറയുന്നുണ്ട്, ടാലൻറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് പറയുന്നുണ്ട്. ടാലൻറ്റ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ സമ്മറി പാർട്ടിൽ പറഞ്ഞത്, ടാലൻറ്റ് മീൻസ് എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവ്, കേപ്പബിലിറ്റി, ഇതൊക്കെയാണ് ടാലൻറ്റ്. അതായത് നമ്മുടെ എന്താ പറയുന്ന, ഡിക്ഷണറിയിലെ മീനിങ് എന്ന് പറയുന്ന ടാലൻറ്റ് മീൻസ് നമ്മുടെ കഴിവ് തന്നെയാണ്. പക്ഷേ ഇവിടെ ടാലൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന വേറൊരു ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ട്. അതായത് മിൽട്ടൺ റെഫറൻസ് ചെയ്യുന്നത് ദി പാരബിൾ ഓഫ് ദി ടാലൻറ്റ്സ്. അതായത് നമ്മുടെ ബൈബിളിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ആ ഒരു കഥ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഉപമ പറയുന്നുണ്ട്. അതായത് താലന്തുകളുടെ ഉപമ എന്ന് പറയും. അതായത് ചാപ്റ്റർ 25 ഇൻ ദ ബുക്ക് ഓഫ് മാത്യു വേഴ്സസ് 14 to 30. അതായത് അത് കഥ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. ഒരു ഒരു മാസ്റ്റർ, അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ 3 സെർവൻസിനെ വിളിക്കുന്നു. എന്നിട്ട് ഈ മാസ്റ്റർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു 5
ടാലൻറ്റ് കൊടുക്കുന്നു. അടുത്ത ആൾക്ക് 2 ടാലൻറ്റ് കൊടുക്കുന്നു. മൂന്നാമത്തെ ആൾക്ക് 1 ടാലൻറ്റ് കൊടുക്കുന്നു. ടാലൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇറ്റ് ഈസ് ആക്ച്വലി കോയിനാണ്. അത് കോപ്പർ ആകാം, ഗോൾഡ് ആവാം, സിൽവർ ആകാം. അതെടുത്ത് പറയുന്നില്ല. നാണയമെന്നാണ് പറയുന്നത്. പണം എന്നുള്ളത് തന്നെ. അപ്പോൾ ഇത് ഒരാൾക്ക് 5 എണ്ണം കൊടുക്കുന്നു, ഒരാൾക്ക് 2 എണ്ണം കൊടുക്കുന്നു, ഒരാൾക്ക് 1 എണ്ണം കൊടുക്കുന്നു. ഈ മാസ്റ്റർ കുറേ നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ആദ്യത്തെ സെർവൻറ്റിനെ വിളിക്കുമ്പോൾ പറയും, എൻ്റെ ടാലൻറ്റ് എവിടെ, ഞാൻ തന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, മാസ്റ്റർ നീ എനിക്ക് 5 എണ്ണമാണ് തന്നത്, ഇതേ 5 എണ്ണം കൂടി ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ മാസ്റ്ററിന് ഭയങ്കര സന്തോഷമാവും. മാസ്റ്റർ കുറേ കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കും. രണ്ടാമത്തെ ആൾ വന്നിട്ട് പറയും, മാസ്റ്റർ നീ എനിക്ക് 2 ടാലൻറ്റാണ് തന്നത്, ഞാനത് എന്ത് ചെയ്തു, 2 കൂടി സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ ഈ മാസ്റ്ററിന് വീണ്ടും ഹാപ്പി ആവുന്നു. അയാളെ മാസ്റ്റർ എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അയാൾക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു. ലാസ്റ്റ് വരുന്ന സെർവൻറ്റിനോട് അയാൾ ചോദിക്കും, നീ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, മാസ്റ്റർ എനിക്ക് നിന്നെ പേടിയായിരുന്നു, നീ എനിക്ക് തന്ന ഒരു ടാലൻറ്റ് ഞാൻ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു, എന്നിട്ട് നീ ഇപ്പോൾ വന്നപ്പോൾ ഞാനത് മണ്ണ് മാന്തിയെടുത്ത് ദേ നിനക്ക് കൊണ്ടുവന്ന് തന്നു, അപ്പോൾ എനിക്ക് നിന്നെ പേടിയായിരുന്നു, അതുകൊണ്ട് ഞാനിതൊന്നിനും ഉപയോഗിച്ചില്ല എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ മാസ്റ്ററിന് ദേഷ്യം വരും. അപ്പോൾ മാസ്റ്റർ പറയും, ദുഷ്ടനായ ഭൃത്യ, നീ ഒരിക്കലും എൻ്റെ കൂടെ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുക, ഈ സെർവൻറ്റിനെ വാതിലടച്ച് പുറത്താക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശു പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്, നമ്മൾക്ക് തന്നിരിക്കുന്ന ടാലൻറ്റ്സ്, അതായത് നമ്മുടെ തന്നിരിക്കുന്ന കഴിവ് നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അതായത് ദൈവം ഒരിക്കൽ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ആൻസറബിൾ ആയിരിക്കണമല്ലോ ഒരു കാലത്ത്. കാരണം നമുക്ക് തന്ന കഴിവുകൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ മിൽട്ടൺ പറയുന്നത്. എൻ്റെ ദൈവം തിരിച്ചു വരുമ്പോൾ എന്നോട് ചോദിക്കില്ല എനിക്ക് തന്ന ടാലൻറ്റ് നീ എന്ത് ചെയ്തു എന്നുള്ളത്. അതാണ് എൻ്റെ പേടി എന്ന് മിൽട്ടൺ പറയുന്നുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മിൽട്ടൺ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് നമ്മൾ ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് ഒന്നും നേടിയില്ലെങ്കിൽ പോലും നമ്മളെന്താ പറയുക, ദൈവത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിലും അതുപോലെ പേഷ്യൻസിലും അതുപോലെ ആക്സെപ്റ്റൻസ് ഓൺ ഗോഡ്സ് ബേർഡൻ, അല്ലെങ്കിൽ നമ്മൾ ദൈവം തരുന്ന ഓരോ സഹനങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, നമ്മളതിനെ പേഷ്യൻറ്റോടുകൂടി തന്നെ എന്ത് ചെയ്യുക, പേഷ്യൻസോടുകൂടി തന്നെ എന്താ പറയുക, നേരിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് മിൽട്ടൺ പറയുന്നത്. ആൻഡ് ദിസ് poem refers to the spiritual crisis of the poet. Later we would find that this blindness is only the starting point, and the sonnet ends in deep religious note, and it affirms Milton's firm belief in the justice of God. അപ്പോൾ ദൈവത്തിനുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസവും അതുപോലെ സ്പിരിച്വാലിറ്റിയും അദ്ദേഹത്തിനുണ്ടായിരുന്ന ചില സ്പിരിച്വൽ ക്രൈസിസും ഒക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ എടുത്തു പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പോയറ്റിക് ഡിവൈസസ്. പോയറ്റിക് ഡിവൈസസ് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ പെർസോണിഫിക്കേഷൻ ഉണ്ട്. പെർസോണിഫിക്കേഷൻ എന്താ, എന്താണ്, ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു എ നോൺ ഹ്യൂമൻ തിങ്. അതായത് മനുഷ്യൻ്റെ സ്വഭാവം ഒരു മനുഷ്യനല്ലാത്ത ഒരു സാധനത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പേഷ്യൻസ്, അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, മണ്ടത്തരം ചിന്തിക്കുമ്പോൾ പേഷ്യൻസ് ആണ് പറയുന്നത്, നീ അങ്ങനെ ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻസിനെ ഒരു കഥാപാത്രമായിട്ട് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എബിലിറ്റി ടു സ്പീക്ക്. ദെൻ മെറ്റഫർ ഉണ്ട്, അതായത് ലൈറ്റ് എന്ന് പറയുന്ന വേർഡ് ഇറ്റ് ആക്ച്വലി റെപ്രസെൻറ്റ്സ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ലൈഫും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചയാകാം, ഐസൈറ്റ് ആവാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി ആകാം, അദ്ദേഹത്തിൻ്റെ ആത്മീയത അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വളർച്ച ഒക്കെ ആവാം ഉദ്ദേശിക്കുന്നത്. So I think you enjoy the video. So for more literature content videos, just subscribe my YouTube channel Natural Lines. Let's learn something fruitful in a few words. Thank you so much.